വന്ന് പരിപാടി ഗംഭീരമാക്കി തന്നതിന് സന്തോഷം. നന്ദി. ഇന്ന് നമുക്കൊരു ചെറിയ ബർത്ത്ഡേ സെലിബ്രേഷന് പോയിട്ട് വരാം. നമ്മുടെ വിജിമോൾ ചേച്ചീൻ്റെ ദേവൻ്റെയും ബേബിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ പാർട്ടിയാണെന്ന്. അപ്പോൾ ഞാനും ഗീത നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ചൂച്ചൊക്കെ കുറച്ച് ലേറ്റായി. എന്ത് ചെയ്യണം, ഞങ്ങൾ എവിടെയാണെങ്കിലും നേരത്തെ എത്തും. പിന്നെ വെൽക്കം ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ആവശ്യത്തിന് കുടിച്ച് ഞങ്ങൾ അകത്തേക്ക് കിടന്നു. ദേ നിൽക്കുന്നത് നമ്മുടെ ബർത്ത്ഡേ പോയി. എവിടെ ഞാൻ എൻ്റെ ക്യാമറ ഓണാക്കി ഒന്ന് നിന്നാൽ അപ്പോൾ അവിടെ വന്ന് പോസ് ചെയ്യും. എന്ത് ചെയ്യണം. Cloud9 ലേക്ക് റിസോർട്ടിൽ വെച്ചിട്ടായിരുന്നു പ്രോഗ്രാം നടന്നത്. കാണാൻ കുഴപ്പമൊന്നുമില്ല. ആംബിയൻസ് ഒക്കെ സൂപ്പറായിരുന്നു. കാരണം ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാം കൊണ്ടായിട്ട് അങ്ങനെ നമ്മൾ വന്ന കർത്തവ്യത്തിലേക്ക് കിടക്കാൻ വേണ്ടി പോവുകയാണ്. ഫസ്റ്റ് തന്നെ കേക്ക് കട്ടിംഗ് ആണ്. പിന്നെ എൻ്റെ അത്ര കഴിവും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനാണ് അവിടെ ആങ്കറിങ് ചെയ്തത്. അത് കൊളാക്കി കൈ കൊടുത്തിട്ടുണ്ട് ഗൈസ്. ആദ്യം തന്നെ ഞാൻ എൻ്റെ പേര് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജയൻ. ഞാൻ വിജിമോളേജിൻ്റെ ഫ്രണ്ടാണ്. സോ നമ്മളെല്ലാവരും ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമ്മുടെ ദേവൂട്ടൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ടാണ്. സോറി, മാധവൂട്ടൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ടാണ്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഏത് പോലീസുകാരനൊരു അബദ്ധം പറ്റൂലേ അല്ലേ? അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. കേക്കൊക്കെ കഴിച്ചു. നല്ല കേക്കാണ്. നമ്മുടേതായ കുറച്ച് ഇപ്പം നമ്മുടെ ദച്ചോട്ടന് എവിടെ നിന്ന് പാട്ട് കേട്ടാലും അവരുടെ ഡാൻസ് കളിക്കലാണ് ഇപ്പം മെയിൻ ഹോബി എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ചൂച്ചുൻ്റെ കഴിവ് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ദച്ചു. അങ്ങനെ ഞാൻ അവനെ കുറച്ച് നേരം പിടിച്ച് ഫാനിൻ്റെ ചോട്ടിലൊക്കെ നിർത്തിയാലും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നല്ല ഫുഡായിരുന്നു. ആഫ്റ്റർ നമ്മളവിടെ നിന്ന് വന്ന് പരിപാടി ഗംഭീരമാക്കി തന്നതിന് സന്തോഷം. നന്ദി. അങ്ങനെ ഇന്നത്തെ ബർത്ത്ഡേ പരിപാടി ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ചച്ചാ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങാൻ പോവുകയാണ്. ബൈ.